നമസ്കാരം, KCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിനു കുര്യാക്കോസ്. പ്രധാന വാർത്തകൾ. കുട്ടനാട് പാക്കേജിന് സാർവദേശീയ പശ്ചാത്തലമുണ്ടെന്ന് കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി KV രാമകൃഷ്ണൻ. വേദന കടിച്ചമർത്തി രോഗികൾ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ റേഡിയേഷൻ സംവിധാനം പ്രവർത്തനരഹിതമായിട്ട് ഒരാഴ്ച പിന്നിട്ടു. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കുട്ടനാട് പാക്കേജിന്റെ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി UDF കുട്ടനാട് പാക്കേജ് ഉപസമിതി കൺവീനർ ജോസ് കോയിപ്പള്ളി. വാർത്തകൾ വിശദമായി. കുട്ടനാട് പാക്കേജിന് സാർവദേശീയ പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ പാക്കേജ് നടപ്പിലാക്കുക എന്നത് ലോക താൽപര്യമാണെന്ന് കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി KV രാമകൃഷ്ണൻ. കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് കുട്ടനാട് പാക്കേജ് ഓഫീസിന് മുന്നിൽ നടത്തിവന്ന രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട് കൃഷിക്കാരുടെ സാക്ഷാത്കരിക്കപ്പെടേണ്ട സ്വപ്നമാണ്, ദിവാസ്വപ്നമല്ല. ഈ സ്വപ്നം സാക്ഷാത്കരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകത്തിന്റെ കൂടി ആവശ്യമാണ് ഈ പദ്ധതി. ഇന്ത്യ രാജ്യത്തിന്റെ ആവശ്യമാണ് ഈ പദ്ധതി. ആ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നടപടിയുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ പദ്ധതി ഈ രൂപത്തിൽ എത്തിച്ചത് അതിന്റെ ഒന്നാം പ്രതി, അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം കേരള മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി ഏറ്റെടുത്തേ പറ്റൂ. കാരണം എന്താണ് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടല്ലോ, ഈ പ്രോസ്പെരിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമാണ്. ഇവിടെ എന്തു വേണം, ഏത് വേണം, എങ്ങനെ വേണം തീരുമാനിക്കാൻ അധ്യക്ഷനുണ്ട്. അദ്ദേഹം ഇടപെട്ടില്ല. പരിസ്ഥിതി നിലനിർത്തണമെങ്കിൽ വേമ്പനാട് കായലും കുട്ടനാടും ആവശ്യമാണ്. കുട്ടനാട് പോലെ പ്രത്യേകതയുള്ള പ്രദേശം ലോകത്ത് അപൂർവമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടനാട്ടിൽ കെട്ടിക്കിടന്ന നെല്ല് സംഭരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം ശക്തമായ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. നെല്ലിന്റെ താങ്ങുവില കിലോഗ്രാമിന് 25 രൂപ ആക്കണമെന്നാണ് കർഷക സംഘത്തിന്റെ ആവശ്യം. ഊഹക്കച്ചവടക്കാരെയും പ്രമാണിമാരെയും സംരക്ഷിക്കാൻ തിടുക്കം കാണിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് നെല്ലിന്റെ താങ്ങുവില ഉയർത്തുവാൻ സാധിച്ചില്ലെന്നും രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ശ്രീകുമാരൻ തമ്പി അധ്യക്ഷനായ യോഗത്തിൽ KK അശോകൻ, KH ബാബുരാജൻ, G വേണുഗോപാൽ, PV രാമഭദ്രൻ, G ശാർങ്ങധരൻ എന്നിവർ സംസാരിച്ചു. കുട്ടനാട് പാക്കേജിന്റെ കാലാവധി നീട്ടുക, പാക്കേജിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു രാപ്പകൽ സമരം. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ റേഡിയേഷൻ സംവിധാനം ഫ്രീസറിലായി. യന്ത്ര തകരാർ നിമിത്തം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് സംവിധാനം പ്രവർത്തനരഹിതമായത്. റേഡിയേഷൻ യന്ത്രത്തോടൊപ്പമുള്ള കോച്ചിന്റെ പ്രവർത്തനം നിലച്ചതാണ് യന്ത്രത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കുവാൻ കാരണമായത്. കാലപ്പഴക്കമാണ് കോച്ചിന്റെ പ്രവർത്തനം നിലയ്ക്കുവാൻ കാരണമാക്കിയതെന്ന് ജീവനക്കാർ തന്നെ പരാതിപ്പെടുന്നു. രോഗികളെ കോച്ചിൽ കിടത്തിയ ശേഷമാണ് റേഡിയേഷൻ നടത്താറ്. കോച്ചിന്റെ പ്രവർത്തനം നിലച്ചതോടെ നിരവധി രോഗികളാണ് ദുരിതം അനുഭവിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു ദിവസം 70ഓളം രോഗികൾക്കാണ് റേഡിയേഷൻ നൽകി വരുന്നത്. ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായാണ് ക്യാൻസർ വിഭാഗം OP പ്രവർത്തിക്കുന്നത്. കോച്ചിന്റെ തകരാർ പരിഹരിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കുന്നതിൽ അധികൃതർ അലംഭാവം കാട്ടുകയാണെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. അതേസമയം കോച്ചിന്റെ തകരാർ പരിഹരിക്കുവാൻ ബാംഗ്ലൂരിൽ നിന്നുമാണ് ആളെത്തേണ്ടത്. ഇവരെ എത്തിക്കുവാനുള്ള ശ്രമം ഇതുവരെ ആരംഭിച്ചിട്ടുമില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ക്യാൻസർ വിഭാഗത്തിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ലിനാർ കേന്ദ്രം എത്തിയിട്ട് മാസങ്ങൾ പിന്നിട്ടു. ലിനാർ കേന്ദ്രം പ്രവർത്തിപ്പിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. രോഗം പിടിപെട്ട ഭാഗത്തെ ക്യാൻസർ വേരുകളെ കരിച്ചു കളയുന്ന ആധുനിക സംവിധാനമാണ് ലിനാർ കേന്ദ്രത്തിലുള്ളത്. KCB ന്യൂസ്, ആലപ്പുഴ. കേന്ദ്ര ഗവൺമെന്റുമായി സംസാരിച്ച് കുട്ടനാട് പാക്കേജ് അടിയന്തരമായി നടപ്പാക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് UDF കുട്ടനാട് പാക്കേജ് ഉപസമിതി കൺവീനർ ജോസ് കോയിപ്പള്ളി. കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് പാക്കേജ് നടപ്പാക്കുവാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഉറപ്പു നൽകിയത്.
പ്രോസ്പിരിറ്റി കൗൺസിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും പാക്കേജിലെ മുൻഗണനാക്രമം പുനഃക്രമീകരിക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് ജോസ് കോയിപ്പള്ളി പറഞ്ഞു. കുട്ടനാട് പാക്കേജിന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായി ആലോചിച്ച് ഏറ്റവും അടിയന്തരമായ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനമന്ത്രിയുമായും ജലവിഭവ മന്ത്രിയുമായി സംസാരിച്ച് പരിഹാരമുണ്ടാക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉറപ്പു നൽകി. UDF നിയോഗിച്ച കുട്ടനാട് പാക്കേജ് പഠനസമിതിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചുകൊണ്ട് നടത്തിയ ചർച്ചയ്ക്കിടയിലാണ് മുഖ്യമന്ത്രി ഈ ഉറപ്പ് നൽകിയത്. കുട്ടനാട് പാക്കേജിലെ വെള്ളപ്പൊക്ക നിവാരണവുമായി ബന്ധപ്പെട്ട മുൻഗണനാക്രമം നടത്തിക്കൊണ്ട് AC കനാൽ തുറക്കുന്നതിനും തോട്ടപ്പള്ളി സ്പിൽവേ അടിയന്തരമായി നവീകരിച്ചുകൊണ്ട് കുട്ടനാടിൽ ഒഴുകിയെത്തുന്ന വെള്ളം ഏറ്റവും എളുപ്പത്തിൽ കടലിലേക്ക് പോകുന്നതിനുള്ള നടപടി ഉണ്ടാക്കുന്നതിനും തണ്ണീർമുക്കം ഫണ്ടിന്റെ 3ാം ഘട്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും വേണ്ടിയുള്ള അടിയന്തര നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകുവാൻ കളക്ടറോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. കാവാലം NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ സംഘർഷം സൃഷ്ടിക്കുവാൻ ABVPയും RSSും വിശ്വ ഹിന്ദു പരിഷത്തും ശ്രമിക്കുകയാണെന്ന് CPIM ഏരിയ കമ്മിറ്റി അംഗം പ്രസാദ് ബാലകൃഷ്ണൻ. SFI പ്രവർത്തകർ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വിഷയം ഊതിവീർപ്പിച്ച് സംഘർഷത്തിന് ABVP ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിസ്സാരമായ പ്രശ്നങ്ങൾ ഊതിവീർപ്പിച്ചുകൊണ്ട് കേവലമായ 2 വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ചെറിയ വാക്കുതർക്കം വലിയ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി കാവാലത്തെ RSSകാരും സമീപ പ്രദേശത്തെ ഗുണ്ടകളും ചേർന്നുകൊണ്ട് ആ മുതലെടുപ്പ് നടത്തി ഇവിടെ RSSന്റെയും BJPയുടെയും രാഷ്ട്രീയം വളർത്തുവാൻ വേണ്ടിയുള്ള ഹീനമായിട്ടുള്ള ശ്രമമാണ് ഈ കഴിഞ്ഞ ദിവസം കാവാലം NSSൽ നടന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇത്തരക്കാരോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. നിങ്ങൾക്ക് ABVPയുടെയും RSSന്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും ആശയപ്രചരണം ഈ നാട്ടിലാകെ നടത്താം. അവരുടെ കാവിക്കൊടിയും ഉയർത്തിക്കൊണ്ട് പ്രകടനം നടത്താം. അവരുടെ കാവിക്കൊടി ഈ നാട്ടിലാകെ പ്രചരിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാം. ഞങ്ങൾ അതിനൊന്നും എതിരല്ല. മറിച്ച് അവരുടെ രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായി രാജ്യത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും പഠിക്കുന്നതിനുള്ള സാഹചര്യമുണ്ടാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന SFIയുടെ നേരെ തിരിയുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ നിങ്ങൾ സ്ഥലവും തീയതിയും നിശ്ചയിച്ചാൽ മതി. അവിടെ മുണ്ടും മടക്കി കുത്തി SFIയുടെ സഖാക്കൾ കടന്നു വരികയാണ്. അടിക്കാനെങ്കിൽ അടിക്കാൻ, പോരാടണമെങ്കിൽ പോരാടാൻ SFIയുടെ സഖാക്കൾ തയ്യാറാണ്. പ്രകടനമായി സ്കൂളിലെത്തിയ പ്രവർത്തകർ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്നും ഇറക്കിവിട്ടു. കഴിഞ്ഞ 2 ദിവസമായി കാവാലം പ്രദേശത്ത് ABVP SFI സംഘർഷം നിലനിൽക്കുകയാണ്. ചൊവ്വാഴ്ച SFI പ്രവർത്തകനെ ABVP പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് പഠിപ്പുമുടക്ക് സമരം നടത്തിയത്. ശ്രീരാജ് അധ്യക്ഷനായ യോഗത്തിൽ അരുൺകുമാർ, D വിനോദ്, സോബിൻ സെബാസ്റ്റ്യൻ, സാബു എന്നിവർ പ്രസംഗിച്ചു. അതേസമയം കാവാലം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ യാതൊരുവിധ രാഷ്ട്രീയ പ്രവർത്തനവും അനുവദിച്ചിട്ടില്ല. സ്കൂളിൽ വെച്ചുണ്ടായ വിഷയത്തിന് കുട്ടികളുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി പരിഹാരം കണ്ടതാണ്. വിദ്യാർത്ഥികൾ നടത്തിയ സമരം എന്തിന്റെ പേരിലാണെന്ന് തനിക്കറിയില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ആലപ്പുഴ SD കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സാമ്പത്തിക സേവന മേഖലകളിലെ വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. UGC സാമ്പത്തിക സഹായത്തോടെ 25, 26 തീയതികളിൽ കോളേജിൽ നടക്കുന്ന സെമിനാറിൽ സാമ്പത്തിക സേവന മേഖലകളിലെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ദ്വിദിന ദേശീയ സെമിനാർ SD കോളേജ് മാനേജർ J കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വിദഗ്ധർ സെമിനാറിൽ ക്ലാസുകൾ നയിക്കും. ആലപ്പുഴ ജില്ലയിലെ കൊമേഴ്സ് വിഷയത്തിലെ ഒരേ ഒരു റിസർച്ച് സെന്ററായ SD കോളേജിൽ 20-ലധികം റിസർച്ച് സ്കോളേഴ്സ് ഗവേഷണം ചെയ്യുന്നുണ്ട്. ഈ വിഭാഗം UGCയുടെ സാമ്പത്തിക സഹായത്തോടെ സാമ്പത്തിക സേവന മേഖലകളിലെ വെല്ലുവിളികളും പ്രോസ്പെക്ട്സും എന്ന വിഷയത്തിൽ ഒരു ദ്വിദിന സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ ഇതിനു മുൻപ് ഒരിക്കലും UGCയുടെ ഒരു സെമിനാർ നടത്താൻ സാധിച്ചിട്ടില്ല. ഇതം പ്രഥമമായി UGCയുടെ സാമ്പത്തിക സഹായത്തോടെ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്. ഗുണനിലവാരം മെച്ചപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതിൽ വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രിൻസിപ്പൽ ഉഷാദേവി, ഡോക്ടർ S നടരാജൻ, ഡോക്ടർ TR അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിച്ചാൽ തെക്ക് പാടശേഖരത്തിലെ 2ാം കൃഷിയുമായി ബന്ധപ്പെട്ട പൊതുയോഗം
ഒക്ടോബർ 4 പാടശേഖര സമിതി ഓഫീസിൽ ചേരും. കൊയ്ത്ത് മെഷീൻ ടെൻഡറും യോഗത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. മുട്ടാർ നെൽമുക്ക് ഫാർമേഴ്സ് ക്ലബിന്റെ വാർഷിക സമ്മേളനം ബുധനാഴ്ച നടന്നു. കിടങ്ങറ സ്നേഹതീരം ഓർഫനേജ് ഹാളിൽ നടന്ന സമ്മേളനം മുട്ടാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരൻ വാസു ഉദ്ഘാടനം ചെയ്തു. തെങ്ങ് കർഷകരെ കപ്പ, വാഴ എന്നിവ പച്ചക്കറി എല്ലാവിധ പരിപാടികൾക്കും അതിന്റേതായ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനെക്കുറിച്ചുള്ള ക്ലാസുകൾ നൽകുകയും KVKയുടെ ഒരുപാട് സഹായ സഹകരണങ്ങൾ മുട്ടാർ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും ഏത് വാർഡിൽ ചെന്നാലും KVKയുടെ എന്തെങ്കിലും ഒരു പരിപാടി ഇല്ലാതില്ല. അങ്ങനെ KVKയുടെ മുൻകൈയിൽ ഒരുപാട് പിന്തുണയോടുകൂടി മുട്ടാർ പഞ്ചായത്തിനെ എത്ര ഫലപുഷ്ടിയാക്കാമോ അത്രയും ഫലപുഷ്ടിയാക്കാൻ വേണ്ടി KVKയുടെ സഹായം ഒരിക്കലും നടക്കാൻ മേലാത്തൊരു സംഭവമാണ്. ക്ലബ്ബ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് മുട്ടാർ ശാഖാ മാനേജർ പ്രീതി ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. ക്ലബ്ബ് സെക്രട്ടറി PA തോമസ്, കൃഷി ഓഫീസർ ശ്രീകുമാര പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കീടങ്ങളും ജൈവിക പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ കാർഷിക വിജ്ഞാന കേന്ദ്രം പാത്തോളജിസ്റ്റ് ലേഖ G ക്ലാസ് നയിച്ചു. കുട്ടനാടിന്റെ സമഗ്ര വളർച്ചയ്ക്കും പുരോഗതിക്കും ഉതകുന്ന കുട്ടനാട് കാർഷിക പാക്കേജിന്റെ കാലാവധി അവസാനിച്ചതിലും പ്രവർത്തനം നിലച്ചതിലും ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് തുല്യ ഉത്തരവാദിത്തമാണെന്ന് അഖില കുട്ടനാട് നെൽനാളികേര കർഷക ഫെഡറേഷൻ. പരസ്പരം കുറ്റം പറഞ്ഞ് പദ്ധതി നഷ്ടപ്പെടുത്താതെ കുട്ടനാട് പാക്കേജിന്റെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം. കേന്ദ്ര കൃഷിമന്ത്രി കുട്ടനാട് സന്ദർശിക്കുന്ന വേളയിൽ വിശദമായ മെമ്മോറാണ്ടം മന്ത്രിക്ക് സമർപ്പിക്കുമെന്നും ഫെഡറേഷൻ അറിയിച്ചു. എല്ലാ കക്ഷികളുടെയും പ്രതിനിധികളും കർഷക സംഘടനാ നേതാക്കളും അടങ്ങിയ ഓൾ പാർട്ടി മെമ്പർമാരും കേന്ദ്രത്തിനെ സമീപിച്ച് പദ്ധതി നേടിയെടുക്കാൻ ശ്രമിക്കണമെന്നും ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴ ചർച്ച് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി യാത്രായോഗ്യമാക്കുന്നതിൽ കാലതാമസം വരുന്നതിൽ പ്രതിഷേധിച്ചാണ് ചർച്ച് റോഡിലെ സമീപത്തെ 4 സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രംഗത്തെത്തിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് റോഡിന് സമാന്തരമായി മനുഷ്യച്ചങ്ങല തീർത്തു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അനേകം വാഹനങ്ങളും കടന്നുപോകുന്ന ഏറ്റവും തിരക്കേറിയ ഈ ചർച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അധികാര കേന്ദ്രങ്ങളിൽ പലതവണ കയറിയിറങ്ങി ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം നിവേദനം നൽകി
വിദ്യാർത്ഥികളെ റോഡിൽ ഇറക്കരുതെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിലായിരുന്നു ഈ നിവേദനങ്ങളെല്ലാം. ഇത് കേരളമാണ്. ഇവിടെ നിവേദനം കൊണ്ട് മാത്രം ഒരു കാര്യവും നടക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ പ്രതിഷേധത്തിന്റെ ഒരു പ്രതിഷേധ ചങ്ങല തീർക്കുകയാണ്. ചക്കുളത്തമ്മ നവരാത്രി സംഗീതോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഭദ്രദീപ പ്രകാശനം നടന്നു. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ചക്കുളത്തുകാവ് ക്ഷേത്രം മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ദീപ പ്രജ്വലനം നടത്തി. ചക്കുളത്തുകാവ് ക്ഷേത്രം കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, ക്ഷേത്രം ട്രസ്റ്റിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജി ബി നമ്പൂതിരി, അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണൻ നായർ, PD കുട്ടപ്പൻ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് പഞ്ചകീർത്തനാലാപനത്തോടെ ചക്കുളത്തമ്മ നൃത്ത സംഗീതോത്സവത്തിന് തുടക്കം കുറിച്ചു. ഒൻപത് ദിനരാത്രങ്ങളിലായി ക്ഷേത്രകലകളായ കഥകളി, ചാക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ, ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങി വിവിധ സംഗീതാർച്ചനകളും നടക്കും. മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത നവാഹയജ്ഞത്തിനും നവരാത്രി മഹോത്സവത്തിനും തുടക്കമായി. ക്ഷേത്രാങ്കണത്തിലെ നവരാത്രി മണ്ഡപത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MB ഗോവിന്ദൻ നായർ ഭദ്രദീപ പ്രകാശനം നടത്തി. ക്ഷേത്രവും ക്ഷേത്രത്തിന് ചുറ്റും ഈ പുരയിടമൊക്കെ വെള്ളത്താൽ കെട്ടിക്കിടക്കുകയാണ്. പക്ഷെ വെള്ളം കയറുന്നത് ശുഭ ലക്ഷണമാണ്. നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് മഴ പെയ്താൽ ശുദ്ധം എന്ന് പറഞ്ഞതുപോലെ തന്നെ താമസത്തിനും ജോലിക്കൊക്കെ വരുമ്പോഴത്തേക്ക് വെള്ളം കയറി കിടക്കുക എന്ന് പറയുന്നത് നല്ല ഒരു ലക്ഷണമാണെന്നാണ് ഈ നക്ഷത്ര കാര്യങ്ങളിൽ പൂർണ്ണ വിശ്വാസമുള്ളവർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടുകാരുടെ തന്നെ ഇവിടെ ഈ ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടിയപ്പോൾ, ക്ഷേത്ര കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടിയപ്പോൾ കൂടുതൽ ഉത്സാഹത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിച്ചാൽ കുറെ കാര്യങ്ങളോട് നന്നാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ആ നിലയിൽ നിങ്ങളെല്ലാവരും ആവശ്യമായ പിന്തുണ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാണേണ്ടതായ സംഗതികൾ അല്ലെങ്കിൽ നികത്തേണ്ടതായ കുറവുകൾ അതിനൊക്കെ ദേവസ്വം ബോർഡും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നിലയിൽ ഈ ക്ഷേത്രത്തെ വികസിപ്പിച്ച് ഈ പ്രദേശത്തുള്ള ഒരു ഏറ്റവും പ്രധാനമായ ആരാധനാ കേന്ദ്രമെന്നുള്ള ഒരു പ്രശസ്തി ലഭിക്കത്തക്ക വിധത്തിൽ ഇവിടെ പുരോഗതിയും അഭിവൃദ്ധിയും വികസനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരൻ പ്രാർത്ഥിച്ചുകൊണ്ട് യജ്ഞാചാര്യൻ കൃഷ്ണൻകുട്ടി ഭരണിക്കാവ്, യജ്ഞഹോതാവ് വിഷ്ണുവാമനൻ നമ്പൂതിരി, മാധവൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചരമവാർത്തകൾ. തലവടി മുരുക്കോലമുട്ട കേശവീയ ഭവനത്തിൽ കേശവൻകുട്ടി നായർ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടനാട് പാക്കേജിന് സാർവദേശീയ പശ്ചാത്തലമുണ്ടെന്ന് കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി KV രാമകൃഷ്ണൻ. വേദന കടിച്ചമർത്തി രോഗികൾ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ റേഡിയേഷൻ സംവിധാനം പ്രവർത്തനരഹിതമായിട്ട് ഒരാഴ്ച പിന്നിട്ടു.
കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കുട്ടനാട് പാക്കേജിന്റെ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി UDF കുട്ടനാട് പാക്കേജ് ഉപസമിതി കൺവീനർ ജോസ് കോയിപ്പള്ളി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.